നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഇൻഫർമേഷൻ തന്നെയാണ് ഇന്നത്തെ വ്ലോഗിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഖത്തറിലുള്ള പ്രവാസികൾക്ക് 2020 മെയ് 22 വെള്ളിയാഴ്ച ഇന്ന് മുതലാണ് ആ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. കോവിഡ് എന്ന മഹാമാരിയുമായി ബന്ധപ്പെട്ട് എല്ലാ ഗവൺമെൻറ്റും അതിനെ പ്രതിരോധിക്കുന്നതിനും അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള മെത്തേഡും മാർഗ്ഗങ്ങൾ എല്ലാം തന്നെ ആവിഷ്കരിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഖത്തർ ഗവൺമെൻറ്റും ഒരു മുന്നേറ്റം നടത്തുകയാണ്. അതിൻ്റെ പേരാണ് എഹ്തിറാസ് എന്നുള്ള ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ ഇതിനകം ഒട്ടേറെ ആളുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടാകും. ഇനി ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ചില ആളുകളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാനോ വർക്ക് ചെയ്യുന്നതിനോ തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. തടസ്സങ്ങൾ എങ്ങനെയാണ് വന്നത് എന്നുള്ളതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. മെയ് 22 വെള്ളിയാഴ്ച ഇന്നു മുതൽ പുറത്തിറങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിരിക്കണം. അത് ഡൗൺലോഡ് ചെയ്യാതെ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ആളുകളുടെ ഇൻസ്പെക്ഷൻ ടൈമിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 3 വർഷത്തിൽ കൂടാത്ത ശിക്ഷാ നടപടികളോ അല്ലെങ്കിൽ 2 ലക്ഷത്തിൽ കൂടാത്ത ഫൈനോ നിങ്ങൾക്കായിട്ട് വന്നേക്കാം. അതിനു മുമ്പ് ഈ എഹ്തിറാസ് എന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള സ്ക്രീൻ റെക്കോർഡർ വെച്ച് തരുന്നുണ്ട്. ഇതിനകം തന്നെ എല്ലാവർക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ മെസ്സേജായിട്ട് വന്നിട്ടുണ്ട്. ആ മെസ്സേജ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് പ്രത്യേകിച്ച് ഡാറ്റ ചാർജ് ഒന്നും തന്നെ ഈടാക്കുന്നതല്ല എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ ചെല്ലുക, അതിൽ പ്ലേ സ്റ്റോറിൽ എഹ്തിറാസ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അത് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പെർമിഷൻസ് അലൗഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ പെർമിഷൻ എല്ലാം അലൗഡ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈലിൻ്റെ ലൊക്കേഷനും ബ്ലൂടൂത്തും ഓണാക്കി വെക്കുക. ആപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇംഗ്ലീഷിലും അറബിയിലും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്കത് ഇംഗ്ലീഷിൽ നോക്കാം. ടേംസ് ആൻഡ് കണ്ടീഷൻ നമുക്ക് വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ രജിസ്റ്റർ ചെയ്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഖത്തർ ID നമ്പറും കൊടുക്കുക. അതിനുശേഷം ഖത്തർ IDയുടെ എക്സ്പയറി ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. അതും നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ 3 ഡീറ്റെയിൽസും കൃത്യമായതിനു ശേഷം നമ്മൾ ഗെറ്റ് വെരിഫിക്കേഷൻ പിൻ എന്നുള്ള ഓപ്ഷൻ അതിന് തൊട്ട് താഴെയുണ്ട്. ആ ഗെറ്റ് വെരിഫിക്കേഷൻ പിന്നിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഖത്തർ IDയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ ജെന്യുവിനായിട്ടുള്ള ഒരു താമസ ID ഖത്തർ ID ഉള്ള ആളും ആയിരിക്കണം. ഗെറ്റ് വെരിഫിക്കേഷൻ കഴിയുമ്പോൾ നമുക്ക് ആ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് നമുക്ക് ഒരു OTP നമ്പർ വരും. ആ OTP നമ്മൾ തെറ്റുകൂടാതെ അതിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ എഹ്തിറാസ് എന്ന ആപ്ലിക്കേഷൻ വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തി. ആദ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പേര് എഴുതിക്കൊണ്ട് ഒരു ബാർ കോഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നോർമലി ഗ്രീൻ കളർ ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. അതായത് നമ്മൾ ഹെൽത്തിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ തന്നെ നമുക്ക് മറ്റു ഓപ്ഷൻസൊക്കെ നമുക്കതിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നമുക്ക് ഹെൽത്ത് സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ മൊബൈൽ നമ്പർ ഉണ്ട്, ഒരു 109ഉം 16000 എന്നുള്ളൊരു ഹോട്ട് നമ്പറും നമുക്കുണ്ട്. പിന്നെ ഡെയിലി അപ്ഡേറ്റ്സ് എന്ന നിലയിൽ നമുക്ക് ഖത്തർ ഗവൺമെൻറ്റിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭ്യമാകും. ചില ആളുകളുടെ മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനോ ഉപയോഗിക്കുന്നതിനോ സാങ്കേതിക തടസ്സം ഉണ്ട്. iOS 13.1 ആ വേർഷന് മുകളിലുള്ള മൊബൈൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുകയുള്ളൂ നിലവിൽ. അതുകൊണ്ട് തന്നെ iPhone 6s മുകളിലുള്ള മൊബൈലിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 5 അതിന് മുകളിലോ ഉള്ള ആളുകളുടെ ആൻഡ്രോയിഡ് മൊബൈലും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഖത്തറിൽ നിലവിൽ താമസ വാലിഡിറ്റിയുള്ള ഖത്തർ ID ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഈ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ IDയുമായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം എന്നുള്ള നിർബന്ധവും ഉണ്ട്. എഹ്തിറാസ് എന്ന ഈ ആപ്ലിക്കേഷൻ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്ന മന്ത്രാലയത്തിൻ്റെ ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ ഫോണും നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള GPS-ഉം അതുപോലെ തന്നെ ബ്ലൂടൂത്തും പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശരിയായ വിധത്തിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ GPS-ഉം ബ്ലൂടൂത്തും ഓണായിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 14 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും കോവിഡ് രോഗി നിങ്ങളുടെ പരിസരത്തു കൂടി നിങ്ങളുടെ അടുത്തുകൂടി സഞ്ചരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തുകൂടി സഞ്ചരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളുടെ ബാർകോഡ് ഗ്രീൻ കളർ എന്നുള്ളത് ഗ്രേ കളറിലേക്കും മറ്റുമായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്.
അതിനർത്ഥം നിങ്ങൾ 14 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു കോവിഡ് രോഗിയുമായി സമ്പർക്കം പുലർത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി ഇത് സഹായിക്കും. അങ്ങനെ ഒരാളുടെ ബാർകോഡ് ഗ്രേ കളർ ആയിട്ടുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായിട്ടും മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഈ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഈ ഒരു വിവരം നിങ്ങൾ ഖത്തറിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ഇൻഫർമേഷൻ അവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.